തന്നെ ആ ആർത്തിയുടെ തത്വശാസ്ത്രം പഠിപ്പിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ ആർത്തിയുടെ ഫലമായി ഉണ്ടാകുന്ന കുറ്റകൃത്യങ്ങളെ, ആ കുറ്റകൃത്യങ്ങൾക്കെതിരെയുള്ള നിഷ്കൃഷ്ടമായ ശിക്ഷ എന്നത് അവർക്ക് ഉൾക്കൊള്ളാൻ സാധിക്കാത്തതാണ്. അതുകൊണ്ടാണ് അവര് ഈ വിഷയത്തിൽ മാനവികതയുടെ പക്ഷം എന്ന് പറഞ്ഞ് ഇതില്ലാതാക്കാൻ ശ്രമിക്കുന്നത്. അതേസമയം കൊന്നതിലൊരു തെറ്റുമില്ല അല്ലെ. പലപ്പോഴും കൊല ചെയ്യപ്പെടുന്നത് എങ്ങനെയാണ്? അങ്ങനെ ആലോചിച്ച് നോക്ക. ഇന്ത്യ ടുഡേയിൽ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഈ കുറ്റകൃത്യങ്ങളെ കുറിച്ചൊരു ഫീച്ചർ ഉണ്ടായിരുന്നു. ആ ഫീച്ചറിൽ നാം ചിന്തിക്കുക, ബാംഗ്ലൂരിലെ ഒരാൾ, രണ്ട് കള്ളന്മാർ, അവരുടെ ഒരു പ്രത്യേക രീതി തന്നെ. രാത്രി കടലിലടച്ച് സ്കൂട്ടറിന് പോകുന്ന അല്ലെങ്കിൽ ബൈക്കിന് പോകുന്ന ആളുകളുണ്ട്. അവരെ ഏതെങ്കിലും ഗല്ലിയിലേക്കെല്ലാം തിരിയുന്ന സമയത്ത് അത് വാച്ച് ചെയ്തിട്ട് അവിടെ നിൽക്കും. എന്നിട്ട് വല്ല ഇരുമ്പിന്റെ ദണ്ട് അങ്ങനെ ഇടും. ആ ഇരുമ്പിന്റെ ദണ്ടിട്ടാൽ ബൈക്ക് മറിയുമ്പോൾ പലപ്പോഴും അവർ മരിച്ചാലും എന്തായിരുന്നാലും അവരുടെ ബാഗ് എടുത്ത് സ്ഥലം വിടും. എന്നിട്ട് അവർ പറയാ 10-20 ആളുകളെ കൊന്ന് അവർ പറയുകയാണ്, ചിലരെ കൊന്നിട്ട് ഞങ്ങൾക്ക് ലഭിച്ചത് ആകെ 200 രൂപ മാത്രമാണ്. പക്ഷേ ആ 200 രൂപയാണ് കിട്ടിയത് എന്നത് പോലും അവരെ പിറ്റേന്നുള്ള കൊലക്ക് നിന്ന് അവരെ പിന്നോട്ട് നയിച്ചിട്ടില്ല. ഇവരെന്ത് ചെയ്യണം അല്ലേ? ഈ ഡൽഹിയിൽ നിന്ന് തന്നെയാണല്ലോ നമ്മൾ വാർത്ത വായിച്ചത്. ഡൽഹിയിലെ ഒരു ഉന്നതനായ പണക്കാരൻ, ആ പണക്കാരൻ അയാളുടെ മകൻ വിദേശത്ത് പോയി പഠനം കഴിഞ്ഞ് MBA കഴിഞ്ഞ് വന്നപ്പോ അവന് സമ്മാനമായി കൊടുത്തത് പുതിയ ജനറേഷനിലുള്ള BMW കാർ. ആ BMW കാർ ഒന്ന് കുടിച്ച് ഒന്ന് ഒരു ക്ലബിൽ പോയി ഒന്ന് രസിച്ച് കുടിച്ച് തിരിച്ചു വരുന്ന സമയത്ത് ആ കാറിന്റെ മുന്നിൽ ഏതോ പാവപ്പെട്ടവൻ പെട്ടതുപോലും ശ്രദ്ധിക്കാതെ അയാൾ ഓടിച്ചു പോയി. അവിടെ മരിച്ചു കിടക്കുന്ന മനുഷ്യൻ തിരിഞ്ഞു നോക്കിയില്ല. എന്നിട്ട് വളരെ നിസ്സംഗനായി ഒരു സുഹൃത്തിന്റെ വീട്ടിൽ പോയിട്ട് കാറിൽ ബ്ലഡ് അല്ലായത് കഴുകി കളഞ്ഞിട്ട് അയാൾ വീട്ടിൽ പോയി കിടന്നുറങ്ങിയെന്നാണ്. ഇവനെ എന്ത് ചെയ്യണം? അവനെ ജയിലിലിട്ടിട്ട് VIP പരിഗണനയോടുകൂടി വെക്കണം. അതാണല്ലോ മാനവികത. ഇസ്ലാം പറയും അല്ല, അവനെ 4 ആളുടെ മുന്നിൽ വെച്ച് കൊല്ലണമെന്നാണ്. പിന്നെ അത് ചെയ്യാൻ തോന്നരുത് ആളുകൾക്ക് എന്നാണ്. അതല്ലാതെ കൊല്ലാൻ വേണ്ടിയുള്ള ഒരു ഏർപ്പാടല്ല, മറിച്ച് മാതൃകാപരമായ ഒരു ശിക്ഷ നടപ്പാക്കുന്നതിന്റെ ലക്ഷ്യം കുറ്റകൃത്യം ഇല്ലാതെയാകലാവണം എന്നാണ് ഇസ്ലാമിന്റെ ഈ രംഗത്തുള്ള താല്പര്യം. കുറ്റകൃത്യം ഇല്ലാതെയാകണം. അതുകൊണ്ട് തന്നെ മാതൃകാപരമാകണം ശിക്ഷ. മാതൃകാപരമായി ആളുകളുടെ മുന്നിൽ വെച്ച് പരസ്യമായി ഇത്തരം ആളുകളെ കൊല്ലണം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതേപോലെ തന്നെ കളവ് നടത്തിയാൽ കൈവെട്ടണം എന്ന് തന്നെയാണ്. അവിടെ കളവ് നടത്തലെല്ലാം ഒരു പ്രത്യയശാസ്ത്രമായി കൊണ്ടു നടക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൈ മാത്രല്ല, ഈ ഉള്ള 2 കൈയല്ല വെട്ടാൻ ബാക്കിയുള്ളൂ. ഇസ്ലാമിക ദർശനം വന്നാൽ 2 കൈയും പിന്നെ ബാക്കിയുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും വെട്ടേണ്ടി വരും എന്നുള്ള ബേജാറ് കൊണ്ട്, അല്ലെങ്കിൽ അവർ പഠിപ്പിക്കുന്ന തത്വശാസ്ത്രം കളവിലും വഞ്ചനയിലും അധിഷ്ഠിതമായത് കൊണ്ട് തന്നെ മാനവികതയുടെ പക്ഷം പിടിച്ചുകൊണ്ട് ഇതിനെതിരെ സംസാരിക്കുന്നു എന്നേ ഉള്ളൂ. യഥാർത്ഥത്തിൽ ഇസ്ലാം കുറ്റവാളിയുടെ പക്ഷത്തല്ല, മറിച്ച് കുറ്റം കൊണ്ട് പ്രയാസം അനുഭവപ്പെടുന്നവരുടെ പക്ഷത്ത് നിൽക്കുന്നു. ഇവരോ കുറ്റവാളിയുടെ പക്ഷത്ത് നിൽക്കുന്നു എന്നതാണ് വ്യത്യാസം. ഇസ്ലാമിന്റെ പക്ഷത്ത് നമ്മളും നിൽക്കുന്നു. എൻ്റെ പേര് അഫ്സൽ, ജൈനുൽ അറബിക്കിൽ PhD. ഒരു 2 ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ ചരിത്രം, ഇപ്പോൾ ഈ വിദ്യാർത്ഥികളൊക്കെ ചരിത്രവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും സോഷ്യൽ സയൻസ് എല്ലാ ഫീൽഡിലും ഉണ്ട്. എന്നാലും നമ്മൾ ചരിത്രം എഴുതുമ്പോൾ അല്ലെങ്കിൽ ചരിത്രത്തെ നാം എങ്ങനെ അപ്രോച്ച് ചെയ്യണം? ഇപ്പോൾ ക്യാപിറ്റലിസ്റ്റ് രൂപത്തിൽ എഴുതുകയാണെങ്കിൽ അതിൻ്റെ ഒരു രീതിയുണ്ട്, ഇപ്പുറത്ത് എഴുതാൻ രീതിയുണ്ട്. ഇസ്ലാമികമായിട്ട് നമ്മൾ എങ്ങനെ ചരിത്രത്തെ വീക്ഷിക്കണം? പിന്നെ എഴുതുമ്പോൾ നാം എങ്ങനെ, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തായിരിക്കണം? ചരിത്രത്തെ നാം എഴുതുമ്പോൾ അതിൻ്റെ ലക്ഷ്യങ്ങളും അതിൻ്റെ എയിംസും ഒബ്ജക്റ്റീവ് എന്തായിരിക്കണം? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഈ വിഷയം അവതരിപ്പിച്ച ആൾ പറഞ്ഞ് 1800 അതിന് മുമ്പ് രചിക്കപ്പെട്ട സ്ത്രീകളെ പറ്റി രചിക്കപ്പെട്ട ഗ്രന്ഥങ്ങളെല്ലാം
ബാധ്യതകൾ മാത്രമേ പറയുന്നുള്ളൂ, അവകാശങ്ങൾ പറയുന്നില്ല എന്ന് പറയും. അത് എന്താ ഉദ്ദേശിച്ചതെന്ന് അറിയില്ല, അതൊന്ന് ക്ലാരിഫൈ ചെയ്താൽ നന്നായിരുന്നു. ചോദ്യം: ചരിത്രാപഗ്രഥനത്തിൻ്റെയും ചരിത്ര രചനയുടെയും രീതിശാസ്ത്രം ഇസ്ലാമികമായി എങ്ങനെയാകണം? ചരിത്രത്തിന് ഒരു നിയതമായ ക്രമമുണ്ട് എന്ന് ലോകത്തെ പഠിപ്പിക്കാൻ ശ്രമിച്ചത് കാൾ മാർക്സ്. ചരിത്രത്തിനൊരു പ്രത്യേകമായ ഒഴുക്കുണ്ട്, ഒരു നിയതമായ ക്രമമുണ്ട്. അത് ആ ക്രമത്തിൻ്റെ അടിത്തറ സമൂഹങ്ങളുടെ ആന്തരികമായ സംഘടനകളാണ്. ആദ്യം പ്രാകൃത കമ്മ്യൂണിസം ഉണ്ടായി, അതിൻ്റെ ആന്തരിക സംഘടനകളെ കൊണ്ട് അടിമത്വ വ്യവസ്ഥയുണ്ടായി. അങ്ങനെ വന്ന് മുതലാളിത്തത്തിലെത്തി. ഇനി സോഷ്യലിസത്തിൽ നിന്ന് ഒരൊറ്റച്ചാട്ടത്തിലൂടെ കമ്മ്യൂണിസം. ഇത് മാർക്സിയൻ ചരിത്ര അപഗ്രഥന രീതിയാണ്. കാൾ മാർക്സിന് ശേഷം മാർക്സിയൻ ഏത് ശാസ്ത്രത്തിനും ഒരു മെത്തഡോളജി ഉണ്ടെങ്കിൽ അപഗ്രഥനത്തിന് എളുപ്പമാണ്. ശാസ്ത്രത്തിന് അങ്ങനെ ഒരു സൗകര്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു മാർക്സിയൻ ചരിത്ര രീതി ചരിത്രത്തെ അപഗ്രഥിക്കാൻ വളരെ എളുപ്പമുള്ള രീതിയാണ്. അതുകൊണ്ട് തന്നെ ചരിത്ര പഠന ഗവേഷണ രംഗത്ത് മാർക്സിയൻ രീതിയുടെ ഒരു അധീശത്വം പൊതുവെ നമുക്ക് കാണാൻ കഴിയും. അതിന് കാരണം ഒരു ചരിത്ര പഠനത്തിന്റെ രംഗത്തുള്ള ഒരു രീതിശാസ്ത്രം സംഭാവന ചെയ്ത് കാൾ മാർക്സ് ആണ് എന്നുള്ളത് കൊണ്ട്, മാർക്സും എംഗൽസും കൂടിയാണെന്നുള്ളത് കൊണ്ട്. അതേസമയം അവര് ലോക ചരിത്രത്തെ ഈ ചരിത്രത്തിന്റെ ഈ വർഗസംഘടനത്തിന്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് കയറ്റാൻ വേണ്ടി ശ്രമിച്ച് പരാജയപ്പെടുന്നതാണ് പല സ്ഥലത്തും നമ്മൾ കാണുക. അതുകൊണ്ട് തന്നെ അൽത്തൂസറിനെ പോലെയും നമ്മുടെ തന്നെ ഇർഫാൻ ഹബീബിനെ പോലെയും അതേപോലെ തന്നെ നമ്മുടെ ചരിത്രകാരന്മാരും, നിങ്ങളുടെ എല്ലാം ചരിത്രകാരന്മാർ ഭാരത ചരിത്രത്തെയും അതേപോലെ ഉള്ള ചരിത്രങ്ങളെയുമെല്ലാം ഇങ്ങനെ മാർക്സിയൻ ചരിത്ര രീതിക്കകത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി വളരെ പാടുപെട്ട് ശ്രമിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഉദാഹരണത്തിന് ഇന്ത്യയിലെ കാസ്റ്റ് സിസ്റ്റം. EM ശങ്കരൻ നമ്പൂതിരിപ്പാട് ഇന്ത്യയിലെ നിലനിന്ന ചാതുർവർണ്ണ വ്യവസ്ഥയെ വർഗസംഘടനത്തിന്റെ തലത്തിലേക്ക് അപഗ്രഥിക്കാൻ വേണ്ടി ശ്രമിച്ചയാളാണ്. പക്ഷേ അതിൽ അദ്ദേഹം ദയനീയമായി പരാജയപ്പെട്ടു എന്നാണ് ഞാൻ പറയുക. അദ്ദേഹം വിജയിച്ചു എന്ന് പറയുന്ന ആളുകൾ ഉണ്ടാകും. ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ്. ഇത് എന്താണ്? ചരിത്രത്തിന് കൃത്യമായി നിയതമായൊരു ക്രമമുണ്ട് എന്ന് വിചാരിക്കുന്നിടത്ത് നിന്ന് തുടങ്ങുന്നതാണ് ഈ അബദ്ധം. മനുഷ്യനാണ് ചരിത്രത്തിന്റെ സൃഷ്ടാവ്. ആ നിലക്ക് മനുഷ്യന്റെ ഇടപെടലുകളുടെ പഠനമാണ് ചരിത്രം. ആ ഇടപെടലുകളിൽ പലപ്പോഴും നിമ്നോന്നതികൾ ഉണ്ടാകും, ഉയർച്ച താഴ്ചകൾ ഉണ്ടാകും. അതിന് പല ക്രമങ്ങളുണ്ടാവും, പല ഫ്രീക്വൻസി ആയിരിക്കും അതിനുണ്ടാവുക, പല രൂപങ്ങളിലായിരിക്കും അതുണ്ടാവുക. അപ്പൊ അതുകൊണ്ട് തന്നെ ഇസ്ലാമികമായ ചരിത്രം എന്ന് പറഞ്ഞാൽ, ഇസ്ലാം ചരിത്രത്തെ കാണുന്നത് മനുഷ്യന്റെ പ്രകൃതിയിലുള്ള, മനുഷ്യന്റെ സമൂഹത്തിലുള്ള, അന്തരീക്ഷത്തിലുള്ള ഇടപെടലുകളുടെ ചരിത്രമായിട്ടാണ്, അല്ലെങ്കിൽ ഇടപെടലുകളുടെ ഒരു നൈരന്തര്യമായിട്ടാണ്. അപ്പോ അതിലെല്ലാം തന്നെ മനുഷ്യന്റെ ഇടപെടലുകൾ അപകടകരമായ വിധാനത്തിലേക്ക് പോവുകയോ ദൈവികമായ മാർഗനിർദ്ദേശത്തിൽ നിന്ന് മനുഷ്യർ തെറ്റുകയോ ചെയ്യുമ്പോൾ ദൈവികമായ ഇടപെടലുകൾ ഉണ്ടാകുന്നു പ്രവാചകന്മാരിലൂടെ. ഇതാണ് ചരിത്രത്തെക്കുറിച്ചുള്ള മൊത്തമായ ഇസ്ലാമികമായ ഒരു മൊത്തമായ കാഴ്ചപ്പാട്. ഈ കാഴ്ചപ്പാടിന്റെ അകത്ത് വളരെ ശാസ്ത്രീയമായ ഒരു ചരിത്രാപഗ്രഥനം കഴിയില്ല. കാരണം ശാസ്ത്രീയം എന്ന് പറയുമ്പോൾ തന്നെ സ്വാഭാവികമായും വെളിപാട് ശാസ്ത്രത്തിനപ്പുറത്തുള്ള കാര്യമാണ്. വെളിപാട് എന്നത്, വഹി എന്നത് ശാസ്ത്രത്തിന് പുറത്തുള്ള കാര്യമാണ്. അപ്പൊ വെളിപാട് ഇവിടെ കടന്നു വരുമ്പോൾ തന്നെ ഇസ്ലാമികമായ ചരിത്രാപഗ്രഥനം എന്നത് ഒരു ശാസ്ത്രീയമായ ചരിത്രാപഗ്രഥന രീതിയായി നമുക്ക് പറയാൻ കഴിയില്ല. അപ്പോ അവിടെ അതിൻ്റെതായ ഒരു പരിമിതിയുണ്ട് എന്നർത്ഥം. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു കൃത്യമായ നിയതമായ ഒരു ക്രമത്തിന്റെ ഉള്ളിൽ ചരിത്രത്തെ ഒതുക്കാൻ നമുക്ക് സാധ്യമല്ല. ചരിത്രം എന്നത് അത് അപ്പടി പറഞ്ഞു കൊടുക്കുകയും
അതിൻ്റെ ലക്ഷ്യമായി കൃത്യമായി എന്ത് എന്ന് നമ്മൾ നിർണയിക്കുകയും ചെയ്യാന്നുള്ളതാണ്. ആ ലക്ഷ്യം എന്താണ്? പരിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നത് പോലെ മുൻപുള്ള സമൂഹങ്ങളുടെ എല്ലാം ചരിത്രത്തിൽ, നാശത്തിൽ എല്ലാം നിങ്ങൾക്ക് പഠിക്കുവാനേറെയുണ്ട്. ആ പഠനം ധാർമ്മികതയുടെ പഠനമാണ്, പടച്ചന്റെ ഇടപെടലുകളുടെ പഠനമാണ്, നന്മ തിന്മകളുടെ വിഷയത്തിലുള്ള ദൈവികമായ ഇടപെടലുകളുടെ ആ ദൈവികമായ ഇടപെടലുകൾ വഴി ഉണ്ടായ പരിവർത്തനത്തിന്റെ എല്ലാം പഠനമാണ്. അതല്ലാതെ ഒരു മാർസിയൻ രീതിയിൽ നമുക്കൊരു ചരിത്രത്തെ അപഗ്രഥനാത്മകമായി കൊണ്ടുവരാൻ കഴിയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ വിഷയം കൂടുതൽ പഠിച്ച ആളുകളുണ്ടെങ്കിൽ ചിലപ്പോൾ വീക്ഷണങ്ങൾ വ്യത്യാസം ഉണ്ടാകാം. രണ്ടാമത്തെ എന്തായിരുന്നു? 1800 മുമ്പ് എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളിലൊന്നും തന്നെ സ്ത്രീയുടെ അവകാശങ്ങളെ കുറിച്ച് നമുക്ക് കാണാൻ സാധ്യമല്ല എന്ന് വിഷയാവതരണത്തിൽ സൂചിപ്പിച്ചു. സത്യത്തിൽ ഒരു വസ്തുതാപരമായ പരാമർശമാണ്. നമ്മൾ ലോകത്തെ രചനകളെ നമുക്ക് രണ്ടാക്കി തിരിക്കാം. ഒന്ന് ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ, മതഗ്രന്ഥങ്ങളെല്ലാം പെടും. മറ്റൊന്ന് രാഷ്ട്രമീമാംസാ ഗ്രന്ഥങ്ങൾ. ഇന്ത്യനെ എടുക്കുകയാണെങ്കിൽ വേദങ്ങൾ, ഉപനിഷത്തുക്കൾ, അങ്ങനത്തെ എല്ലാം നമുക്ക് വേണമെങ്കിൽ ധർമ്മശാസ്ത്ര മതഗ്രന്ഥങ്ങളാക്കി തിരിക്കാം. മനുസ്മൃതി, അതേപോലെ തന്നെ നമ്മുടെ ചർവാകന്റെ അർത്ഥശാസ്ത്രം തുടങ്ങിയവെല്ലാം നമുക്ക് വേണമെങ്കിൽ രാഷ്ട്രമീമാംസാ ഗ്രന്ഥങ്ങളാക്കി മാറ്റിയെടുക്കാം. ഈ രണ്ട് ഗ്രന്ഥങ്ങളും എടുത്ത് പരിശോധിച്ചാൽ ഏത് രാജ്യത്താണെങ്കിലും അവിടെയെല്ലാം പെണ്ണ് അവൾ മകളാകുമ്പോൾ എങ്ങനെയാകണം, ഭർത്താവാകുമ്പോൾ ഭാര്യയാകുമ്പോൾ എങ്ങനെയാകണം, സഹോദരിയാകുമ്പോൾ എങ്ങനെയാകണം, അമ്മയാകുമ്പോൾ എങ്ങനെയാകണം, അമ്മൂമ്മയാകുമ്പോൾ എങ്ങനെയാകണം എന്നെല്ലാം വിശദമായി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവൾക്ക് അമ്മയാകുമ്പോൾ എന്ത് കിട്ടണം, അവൾ ഭാര്യയാകുമ്പോൾ എന്ത് കിട്ടണം എന്നുണ്ടല്ലോ അവളുടെ അവകാശങ്ങൾ, അതിനെക്കുറിച്ചുള്ള പരാമർശങ്ങൾ കാണാൻ കഴിയില്ല. അവൾക്ക് അവകാശങ്ങൾ ഉണ്ട് എന്ന് പോലും പരിശുദ്ധ ഖുർആനിലാണ് നമ്മൾ ആദ്യമായി വായിക്കുക. അവൾക്ക് ന്യായപ്രകാരം ലഭിക്കേണ്ട അവകാശങ്ങളുമുണ്ട് എന്ന് ഖുർആനിലെ 2-ാമത്തെ അധ്യായം സൂറത്തുൽ ബഖറയിലെ 228-ാമത്തെ വചനത്തിൽ നമ്മൾ വായിക്കുന്നു. ഈ അവകാശം വെറുതെ പറഞ്ഞു പോവില്ല. ഓരോ രംഗത്തുമുള്ള അവകാശങ്ങൾ എന്തൊക്കെയാണ് എന്ന് പരിശുദ്ധ ഖുർആനും പ്രവാചകന്റെ വചനങ്ങളും കൃത്യമായി പഠിപ്പിക്കുകയും ചെയ്യുന്നു. ഇത് മുമ്പുള്ള നിങ്ങൾ ഏത് ഗ്രന്ഥം എടുക്കുക, അതിലൊന്നും തന്നെ പെണ്ണിന് അവകാശമുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധ്യമല്ല. എന്തിനധികം പെണ്ണിന്റെ പ്രോപ്പർട്ടി റൈറ്റ് തന്നെ, പെണ്ണിന് സ്വന്തമായി പ്രോപ്പർട്ടി വാങ്ങാനുള്ള റൈറ്റ്, അച്ഛന്റെ പ്രോപ്പർട്ടി കിട്ടാനുള്ള റൈറ്റ് അല്ല. അത് പിന്നെയാണ് 1868 യൂറോപ്പ് ആദ്യമായി അംഗീകരിച്ചത്. പെണ്ണിന് സ്വന്തം പേരിൽ പ്രോപ്പർട്ടി വാങ്ങാനുള്ള റൈറ്റ്. നമ്മൾ നവോത്ഥാനം എന്നെല്ലാം പറയുന്ന, ലോകത്തിന് എല്ലാം വെളിച്ചം കാണിക്കുന്ന ആളുകൾ എന്നെല്ലാം പറയുന്ന യൂറോപ്പ് 1868 എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അംഗീകരിച്ചത് എന്ത്, ഈ പെണ്ണിന് പ്രോപ്പർട്ടി സ്വന്തം പേരിൽ വാങ്ങാൻ. അതുവരെ ഭർത്താവിൻ്റെ പേരിലെ പെണ്ണിന് പ്രോപ്പർട്ടി വാങ്ങാൻ കഴിയും, ഒരു പുരുഷന്റെ പേരിലേ വാങ്ങാൻ കഴിയും. അവിടെ നിന്ന് തുടങ്ങുന്നു പെണ്ണിന് സ്വന്തമായി എന്ന ഒരു അസ്തിത്വം, സാമ്പത്തിക രംഗത്ത് ഒരു അസ്തിത്വം തന്നെ ഇല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോ ചുരുക്കത്തിൽ പറഞ്ഞതിൽ ഉദ്ദേശം ഇതാണ്, 18-ാം നൂറ്റാണ്ടിന് മുൻപുള്ള ഗ്രന്ഥങ്ങളിൽ ഒന്നും തന്നെ പെണ്ണിന്റെ അവകാശങ്ങളെ കുറിച്ച് പറയുന്നില്ല, ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് പറയുന്നുള്ളൂ, ഖുർആനല്ലാതെ. ഹസൻ ഷരീഫ്, ജാമിയ മില്ലയിൽ PhD ചെയ്യുന്നു. എൻ്റെ ചോദ്യം, ഇസ്ലാമിന്റെ ശാന്തിയും സമാധാനവും ആധികാരികമായി പഠിക്കാൻ കഴിയാത്ത ഒരു വ്യക്തി പൊതുസമൂഹത്തിന്റെ ഇടയിലേക്ക് ഈ ഒരു സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, എന്ന് വെച്ചാൽ ഇസ്ലാം ശാന്തിയുടെ മതമാണ്, സമാധാനത്തിന്റെ മതമാണ് എന്ന സന്ദേശവുമായി പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് ചെല്ലുമ്പോൾ മിക്കപ്പോഴും സമൂഹത്തിൽ നിന്ന് ഉയരുന്ന 2-3 ചോദ്യങ്ങൾ കൊണ്ട് അവൻ നിശബ്ദനാവുകയാണ്. ഉദാഹരണമായിട്ട് അങ്ങനെ വരുന്ന ഒരു വ്യക്തിയോട് ചോദിക്കും, എന്നാൽ നിങ്ങൾക്ക് എവിടെ ഈ സമാധാനവും ശാന്തിയും ഒക്കെ കാണിച്ചു തരാൻ കഴിയുക? ഉദാഹരണത്തിന് അവർ പറയും, നിങ്ങളൊരു മുസ്ലിം രാജ്യം എടുക്കി, ഒരു പാകിസ്ഥാൻ മുസ്ലിം രാജ്യമല്ലേ, അവിടെ ഉണ്ടോ നീതിയും സമാധാനവും? അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിൽ എന്തുകൊണ്ട് അവിടെ ജനാധിപത്യ പ്രക്രിയയിലേക്ക് നീങ്ങണമെന്ന്
അവിടുത്തെ ജനങ്ങൾ ആവശ്യപ്പെടുന്നു? അല്ലെങ്കിൽ മുസ്ലിം പ്രസ്ഥാനങ്ങൾ എത്രത്തോളം നീതിയും സമാധാനവും നൽകുന്നുണ്ട്? ഞാൻ ചോദിച്ചത് ഒരു വിദ്യാർത്ഥി എന്ന നിലക്ക് പ്രിയപ്പെട്ട എം അക്ബർ സാഹിബ് ഞങ്ങൾക്ക് നൽകേണ്ടത് എങ്ങനെ ഈ ഒരു സന്ദേശം ഉയർത്തിപ്പിടിച്ച് സമൂഹത്തിലേക്ക് ഇറങ്ങുന്ന ഒരു വ്യക്തിക്ക് ഉണ്ടായിരിക്കേണ്ട, അവൻ അത്യാവശ്യമായി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. അസ്സലാമു അലൈക്കും. ഇസ്ലാമിലെ ശാന്തി സമാധാനവും ഉൾക്കൊള്ളാത്ത ആളിത് പോയി പറഞ്ഞാൽ ഉള്ള ചോദ്യങ്ങൾക്ക് ഇങ്ങനെ ഉത്തരം പറയാൻ കഴിയില്ല. സ്വാഭാവികമായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞു, ചോദ്യത്തിന് ഉത്തരമായിട്ട് ഞാനിതാ ഇന്ന് ചൂണ്ടിക്കാണിക്കാൻ കഴിയണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോഴുള്ള ചോദ്യകർത്താവ് സൂചിപ്പിച്ചിട്ടുള്ളത് അങ്ങനെയുള്ള ഒരാൾക്ക് ഉണ്ടാകേണ്ട ഗുണം എന്തൊക്കെയാണെന്ന് നല്ലൊരു ചോദ്യമാണ്. തീർച്ചയായും നമ്മളെല്ലാം ഒരുപാട് പഠിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്നാമതായി നമ്മൾക്കുണ്ടാകേണ്ട ഒന്നാമത്തെ ഗുണം നമ്മുടെ ജീവിതം ശാന്തമാവുക എന്നത്. ആ ശാന്തമാവുക എന്നത് പറയാൻ എളുപ്പമുള്ളതും പ്രയോഗവൽക്കരിക്കാൻ എളുപ്പമുള്ളതും, എന്നാൽ പ്രയോഗവൽക്കരിക്കുന്നതിൽ മുസ്ലിം എന്ന് പറയുന്നവർ പലപ്പോഴും പരാജയപ്പെടുന്നതുമാണ്. ഇവിടെ വിഷയാവതരണത്തിൽ സൂചിപ്പിച്ചു, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ കൊണ്ടാണ് മനസ്സുകൾക്ക് ശാന്തി ലഭിക്കുക. നാം ചോദിക്കുക മുസ്ലിങ്ങളോട്, നമുക്ക് ചുറ്റുമുള്ള ആളുകളോട്, അള്ളാഹുവിനെ മനസ്സിൽ സ്മരിച്ചാൽ, അള്ളാഹുവിനെ മനസ്സിൽ ഉൾക്കൊണ്ടാൽ, ഏതെങ്കിലും ഒരു പ്രശ്നത്തിൽ അതിനൊരു പരിഹാരമായി, ഏതെങ്കിലും ഒരു പ്രയാസത്തിൽ മനസ്സിന് ശാന്തിയായി, ഏതെങ്കിലും ഒരു പ്രതിസന്ധിയിൽ പിടിച്ചു നിൽക്കുവാനുള്ള ഒരു തുണയായി മാറുന്നുണ്ടോ നമുക്ക്? ഇല്ലെങ്കിൽ അവിടെ ദിക്റുല്ലാഹ് നമ്മിൽ യഥാർത്ഥത്തിൽ വർക്ക് ചെയ്യുന്നില്ല എന്നല്ലേ അർത്ഥം. എന്തുകൊണ്ട് വർക്ക് ചെയ്യുന്നില്ല? അവിടെയാണ് നമ്മൾ എന്താണ് ദിക്റുല്ലാഹ് എന്ന് പഠിക്കേണ്ടത്. അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ എന്നാൽ അള്ളാഹുവിനെ ഉൾക്കൊള്ളലാണ്, അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ടത് പോലെ മനസ്സിലാക്കലാണ്, അള്ളാഹുവിൽ കാര്യങ്ങൾ സമർപ്പിക്കലാണ്. ഇത് മൂന്നും നമ്മൾക്കുണ്ടായി കഴിഞ്ഞാൽ തീർച്ചയായും ഞാൻ നേരത്തെ പറഞ്ഞ പരിശുദ്ധ ഖുർആൻ പറയുന്ന, സംശയമില്ലാതെ പറയുന്ന അലാ ബിദിക്രില്ലാ എന്ന് പറഞ്ഞാൽ സംശയമില്ല, തീർച്ചയാണ്, ഒരു സംശയമില്ല എന്നാണ് അതിന്റെ അർത്ഥം. തീർച്ചയാണ്, യാതൊരു സംശയവും ഇല്ല. എന്താണ്? ദിക്റുല്ലാഹ് കൊണ്ടാണ്, അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ കൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിന് സമാധാനം ഉണ്ടാവുക എന്ന്. അപ്പോ അള്ളാഹുവിനെ അറിയേണ്ടത് പോലെ നമ്മൾ അറിയണം. അതിന് പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്ന രൂപത്തിൽ നമ്മൾ പരിചയപ്പെടാൻ ശ്രമിക്കണം. അതിന് ഖുർആനിന്റെ അകത്തുകൂടെ നമ്മൾ സഞ്ചരിക്കണം. അപ്പൊ ഖുർആൻ പഠിച്ച, ഖുർആൻ പ്രസംഗിക്കുന്ന, ഖുർആൻ പ്രഭാഷണം നടത്തുന്ന, ഖുർആൻ പഠിപ്പിക്കുന്ന ആളുകളൊന്നും അങ്ങനല്ലല്ലോ എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം അവർ ഖുർആൻ പഠിപ്പിക്കുന്നേ ഉള്ളൂ, അവർ മനസ്സിലേക്ക് ഖുർആൻ ഇറങ്ങിയിട്ടില്ല എന്ന് തന്നെയാണ്. നമുക്ക് ഇറങ്ങാൻ കഴിയുമെങ്കിൽ, നമുക്ക് ഇറക്കാൻ കഴിയുമെങ്കിൽ നമുക്ക് ആ സമാധാനം അനുഭവിച്ചറിയാൻ കഴിയും എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്, ഒരു സത്യമാണ്. നമുക്ക് ഖുർആൻ എന്നത് കേവല പാരായണത്തിനപ്പുറത്ത് അള്ളാഹുവിനെ അറിയാൻ, അള്ളാഹുമായുള്ള ബന്ധം സ്ഥാപിക്കാൻ, അതാണ് ആരാധന. ആരാധനയിലൂടെ നമ്മൾ ചെയ്യുന്നത് അള്ളാഹുവുമായുള്ള ബന്ധം സ്ഥാപിക്കലാണ്. ആ ആരാധനയുടെ മൂർധന്യപാട് അല്ലെങ്കിൽ പൂർണ്ണതയാണ് അള്ളാഹുവിൽ കാര്യങ്ങൾ ഭരമേൽപ്പിക്കാനുള്ള കഴിവ് എന്നത്. പ്രശ്നമുണ്ടാകുമ്പോൾ, പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ, പ്രയാസമുണ്ടാകുമ്പോൾ, ജീവിതത്തിലെ ഓപ്ഷൻ ആവശ്യപ്പെടുമ്പോൾ ഞാൻ എന്ത് ചെയ്യണം എന്ന ചോദ്യത്തിന് ഉത്തരം എന്നോട് ഖുർആൻ എന്ത് പറഞ്ഞു, റസൂലുള്ളാഹി എന്ത് പറഞ്ഞു, അത് ഞാൻ ചെയ്യും. എന്തുകൊണ്ടെന്നാൽ അള്ളാഹുവിലാണ് ഞാൻ കാര്യങ്ങൾ ഭരമേൽപ്പിക്കുന്നത് എന്ന് നമുക്ക് തീരുമാനിക്കാൻ കഴിയുമെങ്കിൽ, ആ കഴിവിലേക്ക് നമ്മൾ എത്തുമെങ്കിൽ, എത്താൻ ഞാൻ പറഞ്ഞല്ലോ എളുപ്പമാണ്. പക്ഷേ അത് പടച്ചോൻ പറഞ്ഞ മാർഗങ്ങളിലൂടെ മാത്രമേ കഴിയുള്ളൂ. അതിന് ഖുർആനിലൂടെ കടന്നു പോകണം. ഇതാണ് ഒന്നാമത്തേത്, മനസ്സിനും സ്വന്തം സമാധാനം കണ്ടെത്തുക.
അതുണ്ടായിക്കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ ചോദ്യത്തിന് ഉത്തരമുണ്ടല്ലോ, അതാകും നമുക്ക്. എവിടെയെന്ന് ചോദിച്ചാൽ ഇവിടെയെന്ന് പറയാൻ കഴിയും. എവിടെയെന്ന് ചോദിച്ചാൽ കോഴിക്കോട്ട് ഇങ്ങനെ അവർ കൂടെ പോയാൽ, ഒരു അങ്ങാടി കൂടെ പോയാൽ, ഒരു ഉടുവഴിയിലൂടെ പോയാൽ, ആ വളവ് കഴിഞ്ഞിട്ട് ഒരു തിരിവ് കഴിഞ്ഞാൽ അവിടെ ഒരു വീടുണ്ട്, അവിടെ വയസ്സായ ഒരാളുണ്ട്, ആളൊരു ദസ്വിയായിട്ട് ഇരിക്കുന്നുണ്ടാകും, അയാളാണ് ഒരു നല്ല മുസ്ലിം എന്ന് പറയുന്ന അവസ്ഥയല്ലാതെ ഇതാ ഇവിടെ എന്ന് പറയാൻ നമുക്ക് കഴിയും നമുക്ക്. പക്ഷേ അതിന് വളരെ എളുപ്പവുമാണത്. പറഞ്ഞ പോലെ എന്തോ ഒരു ആർക്കും കഴിയാത്ത, റസൂലുള്ളാഹിന്റെ കാലത്ത് ആൾക്കാർക്ക് മാത്രം കഴിഞ്ഞ, അല്ലെങ്കിൽ ജീവിതത്തെ മുഴുവൻ നിഷേധിച്ച ആളുകൾക്ക് മാത്രം കഴിയുന്ന ഒരു ഹിമാലയൻ ടാസ്ക് ഒന്നുമല്ല. ഏതൊരാൾക്കും കഴിയുന്നതാണ്, ഏത് സാധാരണക്കാർക്കും കഴിയുന്നതാണ്. പക്ഷേ പരിശുദ്ധ ഖുർആനിൽ നിന്ന് നമ്മൾ അള്ളാഹുവിനെ അറിയണം. ഈ ബന്ധം നമ്മൾക്ക് സ്ഥാപിക്കാൻ കഴിയും. ഇനിയുള്ളത് രണ്ടാമത്, നമ്മൾ ഈ വിഷയത്തിൽ നമ്മൾ നീതിമാന്മാരാവുക എന്നാണ്. നമ്മൾ നീതിമാന്മാരാവുക വല്ലാത്തൊരു പ്രയോഗമാണ്. പരിശുദ്ധ ഖുർആൻ 2 തവണ നമ്മളെ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ നീതിമാന്മാരാകണം. അതെങ്ങനെയാ പറഞ്ഞത്? യാ അയ്യുഹല്ലദീന ആമനൂ കൂനൂ ഖവ്വാമൂന ബിൽ ഖിസ്തി ശുഹദാ ലില്ലാഹ്. വേറെ പിന്നെ പറഞ്ഞത് കൂനൂ ഖവ്വാമൂന ലില്ലാഹി ശുഹദാഅ ബിൽ ഖിസ്ത്. രണ്ടും സത്യവിശ്വാസികളെ വിളിച്ചിട്ട് പറഞ്ഞു. ഖുർആനിലെ 4-ാമത്തെ അധ്യായം സൂറത്തുൽ നിസായിലെ 135-ാമത്തെ വചനത്തിലും 5-ാമത്തെ അധ്യായം സൂറത്തുൽ മാഇദയിലെ 8-ാമത്തെ വചനത്തിലും എന്താ പറഞ്ഞത്? ഒന്ന് പറയുന്നത്, നിങ്ങൾ അല്ലാഹുവിന് സാക്ഷ്യം വഹിക്കുന്നവർ എന്നുള്ള നിലക്ക് നീതിക്ക് വേണ്ടി നിലനിൽക്കണം. മറ്റൊന്ന് പറഞ്ഞത്, അള്ളാഹുവിന് വേണ്ടി നിലനിൽക്കുന്നവർ എന്നുള്ള നിലക്ക് നീതിക്ക് സാക്ഷ്യം വഹിക്കണം. രണ്ടും നിങ്ങൾ മനസ്സിലാക്കുക. എന്നിട്ട് അതിന്റെ ശേഷം ഖുർആൻ പറയുന്നത്, ആ നീതി നിങ്ങൾക്കെതിരാണെങ്കിലും, നിങ്ങളുടെ കൂട്ടുകുടുംബാദികൾക്കെതിരാണെങ്കിലും, നിങ്ങളുടെ പിന്നെ സ്വന്തക്കാർക്കെതിരാണെങ്കിലും നിങ്ങൾ നീതിക്ക് വേണ്ടി നിലനിൽക്കണം. ഒന്ന്. രണ്ടാമത്തേത് ഖുർആൻ പറഞ്ഞത്, വലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലു ഫഅദിലു ഹുവ അഖ്റബു ലിത്തഖ്വ. നിങ്ങൾക്ക് ആരോടെങ്കിലുമുള്ള വിരോധം നിങ്ങൾ അവരോട് അനീതി ചെയ്യുവാൻ പ്രേരിപ്പിക്കരുത്. നിങ്ങൾ നീതി ചെയ്യുക, അതാണ് തഖ്വയോടടുത്തുള്ളത്. ഇത് നമ്മൾ പ്രയോഗവൽക്കരിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ തീർച്ചയായും നമ്മൾ ഈ പറഞ്ഞത് നമ്മുടെ ജീവിതമായി മാറും. ഇസ്ലാം പറയുന്ന നീതി ശാന്തിയെല്ലാം ഉണ്ടല്ലോ, നമ്മുടെ ജീവിതത്തിൽ അങ്ങോട്ട് ഉണ്ടാകും. എന്താ നിങ്ങൾ ആഘോഷിച്ചോ? ഞാൻ ചോദിക്കട്ടെ, സെപ്റ്റംബർ 11 ടിൻ ടവറിൽ 2 വിമാനം ഇങ്ങനെ ഇടിച്ചത് വിവരം പറഞ്ഞ് 12,000 ആളുകൾ മരിച്ചത് അറിഞ്ഞപ്പോ സാമ്രാജ്യത്തിന് കിട്ടേണ്ടതിന് കിട്ടി, ഏതായാലും അയാൾ ആൺകുട്ടിയാണ് എന്ന് വിചാരിച്ച് നമ്മളുടെ മനസ്സ് സന്തോഷിച്ചോ, നമ്മൾ ആഘോഷിച്ചോ? എങ്കിൽ ഇപ്പറഞ്ഞ നീതിയുടെ പക്ഷത്ത് നിങ്ങളായിട്ടില്ല. നിരപരാധികളായ മനുഷ്യന്മാർ അവിടെ മരണപ്പെട്ട 2996 ആളുകളിൽ ആ ദിവസം മരണപ്പെട്ട 55 പേര് മാത്രമാണ് മിലിറ്ററിയുമായി എന്തെങ്കിലും ബന്ധമുള്ള ആളുകൾ. ബാക്കി മുഴുവനും ആളുകൾ നിരപരാധികൾ. അത്തരം നിരപരാധികളെ കൊല ചെയ്യപ്പെട്ടപ്പോ അന്നഹു മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർളി ഫകഅന്നമാ ഖതല الناس ജമീഅ എന്ന പരിശുദ്ധ ഖുർആനിലെ വചനം ആലോചിച്ചിട്ട് നിങ്ങൾ പറഞ്ഞോ, നിങ്ങൾ ഇതാ അത് ചെയ്തത് ആരാണെങ്കിലും ഏത് പേരുള്ളവനാണെങ്കിലും അവൻ ചെയ്തത് മതമല്ല, ഇസ്ലാമല്ല എന്ന് പറയാൻ നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് സംസാരിച്ചോ, എങ്കിൽ നിങ്ങൾ ഖുർആനിന്റെ പക്ഷത്തെത്തിയിട്ടുണ്ട്. ഇതെല്ലാം ഇപ്പോഴും കുറച്ച് ബുദ്ധിമുട്ടാണ്. റസൂലുള്ളാഹി പറഞ്ഞല്ലോ, ആരാ വർഗീയവാദി? നിന്റെയാൾ ആ കാര്യം ചെയ്യുമ്പോൾ അവനോട് അനുകൂലമായിട്ട് നിൽക്കുക, നിന്റെ എതിരാളി അത് ചെയ്യുമ്പോൾ അതിനെതിർക്കും ചെയ്യുക, അവനാ വർഗീയവാദി. വളരെ ക്ലിയർ ഡെഫിനിഷൻ. ഇപ്പോഴും ഇന്ത്യയിൽ വർഗീയവാദത്തെക്കുറിച്ചുള്ള ഡെഫിനിഷൻ ഇന്ത്യയിലെ സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാർ ഇപ്പോഴും പറഞ്ഞു കഴിഞ്ഞിട്ടില്ല. കാരണം അവരെല്ലാം ഓരോ തോണിയിലുള്ളവരാ. അവരെ പറഞ്ഞാൽ അവനവന്റെ തോണിക്ക് പ്രശ്നം ഉണ്ടാകുമോ എന്നുള്ളതാ പ്രശ്നം. റസൂലുള്ളാഹിന്റെ നിർവചനം വളരെ ക്ലിയർ. നമ്മൾ വർഗീയവാദികളാകുന്നോ എങ്കിൽ നമുക്ക് ഈ പക്ഷത്ത് നിൽക്കാൻ കഴിയില്ല. നമ്മുടെയാൾ ഒരു മുസ്ലിം, അങ്ങനെ തന്നെ പറയട്ടെ ഞാൻ,
ഒരു മുസ്ലിം ഒരു തെറ്റ് ചെയ്യുമ്പോൾ അതിനെ ന്യായീകരിക്കാൻ നമ്മുടെ മനസ്സ് വെമ്പുകയും അതേ കാര്യം ഒരു അമുസ്ലിം ചെയ്യുമ്പോൾ അതിനെ ക്രിട്ടിസൈസ് ചെയ്യാൻ നമ്മൾ മുന്നിൽ നിൽക്കുകയും ചെയ്യുമെങ്കിൽ ഇപ്പറഞ്ഞ ആ നീതിയുടെ പക്ഷത്ത് നമ്മൾ എത്തിയിട്ടില്ല എന്നാണ് എൻ്റെ അർത്ഥം. മാറണം നമ്മൾ. ആ മാറ്റമാണ് നമ്മിൽ പ്രകടമായി കാണുക. ആ മാറ്റം കാണുമ്പോൾ നമ്മൾ മതി പിന്നെ ഇസ്ലാമിനെ റെപ്രസെന്റ് ചെയ്യാൻ. നമ്മിലൂടെ റെപ്രസെന്റേഷൻ നടക്കും. നമ്മുടെ സ്വഭാവങ്ങളിൽ, നമ്മുടെ പ്രതികരണങ്ങളിൽ, നമ്മുടെ കൊള്ളക്കൊടുക്കകളിൽ, നമ്മുടെ ഓരോ സംസാരങ്ങളിലും അപ്പോൾ ഇസ്ലാം ഉണ്ടാകും. അപ്പോൾ എൻ്റെ പക്ഷം ഉണ്ടാവില്ല, എൻ്റെ പാർട്ടി ഉണ്ടാവില്ല, എൻ്റെ ജാതി ഉണ്ടാകില്ല, എൻ്റെ സമുദായം ഉണ്ടാകില്ല. അപ്പോൾ മനുഷ്യനെ ഉണ്ടാകൂ. അപ്പോൾ നമ്മൾ മാനവികതയുടെ യഥാർത്ഥ ഇസ്ലാമിൻ്റെ ആളുകളാകും. റസൂലുള്ളാഹിന്റെ ജീവിതം അതാണല്ലോ. റസൂലുള്ളാഹി വെറുതെ അങ്ങോട്ട് പറഞ്ഞു പോവല്ല ചെയ്തത്. റസൂലുള്ളാഹി നീതിക്ക് വേണ്ടി നിലനിൽക്കണം, സ്വന്തത്തിനെതിരെ എന്ന് പറഞ്ഞത് റസൂലുള്ളാഹി ജീവിതത്തിലൂടെ അങ്ങോട്ട് കാണിച്ചു തന്നു അല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബദർ യുദ്ധത്തിന് വേണ്ടി അണിയൊരുക്കുക. ബദർ യുദ്ധം അറിയാലോ, യുദ്ധമാണ്. എതിരാളികൾ 1000-ഓളം ആളുകൾ, 300 ചില്ലാനം ആളുകൾ മറുപക്ഷത്ത്, നമ്മുടെ ഇസ്ലാമിന്റെ പക്ഷത്ത്. എതിർപക്ഷത്ത് 1000-ലധികം ആളുകൾ. അവരാകട്ടെ സർവായുധ സജ്ജർ, ഇവരാകട്ടെ ഏതാനും പരിമിതമായ ആയുധങ്ങൾ. യുദ്ധം നടക്കാൻ പോകുന്നു. അവിടെ അണി ശരിയാക്കുന്നു. അണി ശരിയാക്കുന്നതിനിടക്ക് സവാദ് ബിൻ അസിയ എന്ന് പറയുന്ന ഒരു സഹാബി ഒരല്പം തെറ്റി നിന്നു. പ്രവാചകന്റെ കയ്യിൽ ഒരു ഈത്തപ്പന മടലുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ അണി ശരിയാക്കിയപ്പോ സവാദ് ബിൻ അസിയയുടെ വയറ്റിലൊന്ന് കൊണ്ടു. അദ്ദേഹം പറഞ്ഞു, പ്രവാചകരെ, റസൂലുള്ളാഹി എന്നോട് അനീതി ചെയ്തിരിക്കുന്നു, എന്നെ ഉപദ്രവിച്ചിരിക്കുന്നു, എനിക്ക് പ്രതികാരം ചെയ്യണം. ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ നേതാവിനോട് പറച്ചിൽ, സൈന്യാധിപനോടാണ് പറച്ചിൽ. സന്ദർഭം എന്താ? എതിരാളി ഇങ്ങനെ അടുത്ത് നിൽക്കുക. അപ്പൊ ഇങ്ങനെ അരി ശരിയാക്കണ സമയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുപ്പായം അടിച്ചു. എന്നിട്ട് ആ വടി കൊടുത്തു സവാദിന്റെ കയ്യിൽ. പ്രതികാരം ചെയ്യ് സവാദേ, പ്രതികാരം ചെയ്യ്. ഞാൻ അറിയാതെ പറ്റിയതാണെങ്കിലും ഞാൻ പിന്നെ ഈ പ്രതികാരത്തിന് താങ്കൾക്ക് തീർച്ചയായും അർഹതയുണ്ട്. ചെയ്യ് സവാദേ പ്രതികാരം. സവാദ് ബിൻ അസിയ റളിയല്ലാഹു അൻഹു വടി നിലത്തിട്ടു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരം പിടിച്ച് അദ്ദേഹത്തിന്റെ ആ നഗ്നമായ ശരീരഭാഗത്ത് വയറ്റത്ത് ചുംബിച്ചുകൊണ്ട് പറഞ്ഞു, പ്രവാചകരെ, യുദ്ധത്തിനൊരുങ്ങുക. ചിലപ്പോൾ ഞാൻ മരിച്ചേക്കാം. എൻ്റെ തൊലി അവസാനമായി താങ്കളുടെ തൊലിയുമായി സ്പർശിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി. അതിനാണിത് പറഞ്ഞത് എന്ന്. ഞാനിവിടെ പറയുന്നത്, നീതി തനിക്കെതിരായപ്പോൾ അവിടെ നീതിക്ക് വേണ്ടി നിലനിൽക്കുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര സന്ദർഭങ്ങൾ അല്ലേ? സ്വന്തക്കാരൻ, ഏറ്റവും ഇഷ്ടപ്പെട്ടയാൾ, ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം വന്നിട്ട് പറയാ, റസൂലുള്ളാഹി, നമ്മളാ മഖ്സൂം ഗോത്രക്കാരി അവരൊരു തെറ്റ് ചെയ്തു പോയി, കളവ് നടത്തിപ്പോയി, എല്ലാം ശരിയാണ്. പക്ഷേ അവരുടെ കൈ ഇങ്ങനെ വെട്ടി, ആ കയ്യുമായിട്ട് അവരിങ്ങനെ സമൂഹത്തിൽ നടക്കുന്നത് കാണുമ്പോൾ വലിയ തറവാടല്ലേ മഖ്സൂം ഗോത്രം എന്നാൽ, അവർക്ക് നാണക്കേടല്ലേ? അവരെന്ത് പ്രായശ്ചിത്തം ചെയ്യാനും തയ്യാറാണ്. അതിലൊന്നും വിട്ടുകൊടുത്തൂടെ? ഇഷ്ടപ്പെട്ടയാൾ, വളരെ അടുത്തയാൾ, വളരെ പ്രവാചകൻ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെ അദ്ദേഹത്തെയാണ് ആളുകൾ ഈ ശുപാർശക്ക് വേണ്ടി ഏൽപ്പിച്ചത്. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ണ് ചുവന്നു, മുഖം ചുവന്നു. പ്രവാചകൻ കയറി നേരെ മിമ്പറിലേക്ക്. റസൂലുള്ളാഹി പറഞ്ഞു, നിങ്ങൾക്ക് മുമ്പുള്ള സമുദായങ്ങൾ നശിപ്പിക്കപ്പെട്ടത് പാവപ്പെട്ടവനൊരു നീതിയും പണക്കാരന് മറ്റൊരു നീതിയുമെന്ന നീതി നടപ്പാക്കിയത് കൊണ്ടാണ്. ഞാനിതാ പറയുന്നു, പ്രഖ്യാപിക്കുന്നു, എൻ്റെ സ്വന്തം മകൾ ഫാത്തിമ കളവ് നടത്തിയാൽ അവളുടെ കൈ ഞാൻ വെട്ടുക തന്നെ ചെയ്യും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് വെറുതെ പറയല്ല, ശരിക്കാണ് നടപ്പാക്കി കാണിച്ചു കൊടുത്തതാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഒരു വിധി പുറപ്പെടുവിച്ചു. വിധി പുറപ്പെടുവിച്ചത് എന്താ? ഒരു മുനാഫിഖായ മനുഷ്യൻ കളവ് നടത്തി, മുസ്ലിമായി അറിയപ്പെടുന്ന ആളാണ്. കളവ് നടത്തിയിട്ട് അത് തൊണ്ടി സഹിതം പിടിക്കപ്പെടുമെന്നായപ്പോ അയാൾ ഒരു ജൂതന്റെ വീട്ടിൽ ഈ കളവ് മുതൽ കൊണ്ടുപോയിട്ടു. എന്നിട്ട് അയാൾ പ്രചരിപ്പിച്ചു, ജൂതനാണ് കട്ടത് എന്ന്. തൊണ്ടി മുതൽ ജൂതന്റെ അടുത്ത് നിന്ന് കിട്ടി. പ്രവാചകന്റെ കോടതിയിൽ കേസെത്തി. തെളിവുകളെല്ലാം ജൂതനെതിരാണ്. തൊണ്ടി മുതൽ അയാളുടെ വീട്ടിൽ നിന്നാണ് കിട്ടിയത്. ജൂതനെതിരെ വിധി പ്രസ്താവിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അറിയാതെ ഏഴാനാകാശത്ത് നിന്ന് പരിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ അവതരിപ്പിക്കപ്പെട്ടു. 11ഓളം ആയത്തുകൾ അവതരിപ്പിക്കപ്പെട്ടു. സൂറത്തു നിസായിലെ 105 മുതൽക്കുള്ള ആയത്തുകൾ. ഇത് പ്രവാചകരെ, താങ്കളുടെ വിധി ശരിയല്ല എന്ന് പറഞ്ഞ് ആയത്ത് പടച്ചവൻ അവതരിപ്പിച്ചു.
വിധിച്ചു. ആർക്കെതിരെ? അനുയായി എന്നറിയപ്പെട്ട ആൾക്കനുകൂലമായി ശത്രുവായ ജൂതനെതിരെ പ്രവാചകൻ വിധിച്ചപ്പോ ജൂതനനുകൂലമാണ് നീതി, അതുകൊണ്ട് നീതിപൂർവം വിധിക്കണം എന്ന് 7ാം ആകാശത്ത് നിന്ന് പടച്ച തമ്പുരാൻ ഇടപെട്ടു. ഇതാണ് ഇസ്ലാമിന്റെ നീതി. അവിടെ ജോർജ് ബുഷ് ചെയ്തത് തന്നെ ഉസാമ ബിൻ ലാദനും ചെയ്താൽ രണ്ടും ഒരേപോലെ കാണാൻ ഇസ്ലാമിക നീതിബോധം മനസ്സിലുള്ളയാൾക്ക് കഴിയും. അത് കഴിയണം. കഴിഞ്ഞാൽ നമ്മുടെ പ്രതികരണങ്ങൾ ശരിയാകും. അപ്പോൾ നമ്മൾ ഇസ്ലാമിനെ റെപ്രസെന്റ് ചെയ്യാൻ അർഹരാകും. അല്ലെങ്കിൽ നമ്മൾ മുസ്ലിം വർഗീയവാദി മാത്രമാകും. സെപ്റ്റംബർ 11 പെന്റഗൺ ദുരന്തത്തിന് ശേഷം പാശ്ചാത്യ ലോകം ഏറ്റവും കൂടുതൽ ആഘോഷിച്ചൊരു സംഭവമാണ് ഇസ്ലാമോഫോബിയ. അതിൻ്റെ ഭാഗമായിട്ട് ഒരു വശത്ത് ഇസ്ലാമിക് ഫണ്ടമെന്റലിസം എന്നുള്ളൊരു ആശയം വന്നെങ്കിൽ കൂടി മറുവശത്ത് പ്രോഗ്രസീവ് ഇസ്ലാം എന്ന് പോലുള്ള വേറെയും കുറേ ചിന്താധാരകൾ വരാൻ തുടങ്ങി. അതിന് മുമ്പ് വരെ വലിയ റൂട്ടൊന്നും ഇല്ലാതിരുന്ന ഫാരിദ് ഇസാഖിനെ പോലുള്ള സ്വയം പ്രോഗ്രസീവ് മുസ്ലിം ആണെന്ന് വിശേഷിപ്പിക്കുന്ന അതുപോലുള്ള ആളുകൾക്ക് കുറച്ചും കൂടി റൂട്ട് വരാൻ തുടങ്ങിയത് ഈ സംഭവത്തിന് ശേഷമാണ്. അപ്പോൾ ഇതിന്ന് ഇസ്ലാമിനെ നമ്മൾ ഇസ്ലാം പൊതുവെ വിമർശനങ്ങൾക്ക് വിധേയമായെങ്കിൽ കൂടി മറ്റ് ചിന്താധാരകൾക്ക്, അതായത് ഈ പ്രോഗ്രസീവ് ഇസ്ലാമിന് വളർന്നു വരാൻ ഈ ഇസ്ലാമോഫോബിയ സഹായിച്ചിട്ടുണ്ടെന്ന് പറയാൻ പറ്റും. എന്താണ് ഈ ദില്ലിയിലെ പെണ്ണുങ്ങളെല്ലാം ഇങ്ങനെയെന്ന് ഞാൻ ആലോചിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അൽഹംദുലില്ലാഹ് ഒരു ചോദ്യം ഉണ്ടായത്. സാധാരണ ഇസ്ലാമുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ, പ്രത്യേകിച്ച് യൂണിവേഴ്സിറ്റികളിലെല്ലാം ഞങ്ങളെല്ലാം ചെന്നാൽ നമ്മളെ ഉരുട്ടാറുള്ള പെണ്ണുങ്ങൾ, സ്ത്രീകളാണ്. കാരണം സ്ത്രീപക്ഷത്തിൽ നിന്നുള്ള വിമർശനമാണല്ലോ ഇസ്ലാമിനെതിരെ ഏറ്റവും കൂടുതൽ ഉന്നയിക്കപ്പെടുന്നത്. അപ്പോൾ ഏതായിരുന്നാലും അൽഹംദുലില്ലാഹ് ചോദ്യം ചോദിക്കാൻ ഒരാളെങ്കിലും ആർജവം കാണിച്ചതിൽ സന്തോഷമുണ്ട്. ഇവിടെ വിഷയം ഇസ്ലാമോഫോബിയ, ഇസ്ലാം ഭീതിയുടെ ഫലമായി പ്രോഗ്രസീവ് ഇസ്ലാം എന്ന ഒരു കൺസെപ്റ്റ് കൂടുതലായി എമർജ് ചെയ്തു വരുന്നു. അതിനൊരു അവസരമുണ്ടായി എന്നത് ഇസ്ലാം ഭീതിയുടെ പോസിറ്റീവായ ഇമ്പാക്റ്റ് അല്ലേ എന്നാണ് സഹോദരിയുടെ ചോദ്യം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ ഒന്നാമത്തേത് ഈ പ്രോഗ്രസീവ് ഇസ്ലാം എന്ന് പറഞ്ഞ സാധനം എന്താണ്? പ്രോഗ്രസീവ് ഇസ്ലാം എന്ന് പറഞ്ഞ സാധനം മുതലാളിത്തത്തിന് പർദ്ദയുടുത്ത ഒരു സാധനം മാത്രമാണ്. മുതലാളിത്തം, സാമ്രാജ്യത്വത്തിന് നമ്മൾ നല്ലൊരു പർദ്ദട്ട് കൊടുത്താൽ എന്തായിരിക്കും കോലം? അതാണ് പ്രോഗ്രസീവ് ഇസ്ലാം, നത്തിങ് മോർ. ഇസ്ലാമിന്റെ ആത്മാവിനെ പൂർണ്ണമായി അങ്ങോട്ട് എടുത്തു കളഞ്ഞിട്ട് ഒരു നല്ല മുസ്ലിം എന്ന് പറഞ്ഞാൽ അതിന് നല്ല മുസ്ലിമിന് ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കി. അത് കേവലം എഴുത്തിന്റെ ലോകത്ത് ഇയാൻ ഇർസാഹലിയും അതേപോലെയുള്ള ഒരുപാട് നല്ല മുസ്ലിങ്ങളും പെൺലോകത്ത്, ആൺലോകത്ത് ഒരുപാട് നല്ല മുസ്ലിങ്ങൾ, അതേപോലെ തന്നെ ലോകത്തെ ഓരോ രംഗത്തും നല്ല മുസ്ലിങ്ങൾക്ക് ഇന്ത്യയിൽ നിന്ന് നല്ലൊരു ഉദാഹരണം അവർ ടെലിവിഷനിലൂടെ ആവർത്തിച്ച് അവതരിപ്പിച്ചു. അതായിരുന്നു സാനിയ മിർസയുടെ പ്രസക്തി. സാനിയ മിർസയുടെ തൊലിയോ അതല്ലെങ്കിൽ അവരുടെ ആകർഷണീയതയോ അത് വെച്ചുകൊണ്ടുള്ള മാർക്കറ്റിങ്ങോ ഒന്നും അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അതെല്ലാം ഒരു വശത്ത് നടന്നപ്പോൾ തന്നെ മറുവശത്ത് അവര് പൂർണ്ണമായും ഇസ്ലാമികമായ വസ്ത്രം ധരിച്ചുകൊണ്ട് ഹജ്ജിന് പോകുന്ന, അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്ന, നിസ്കാരം കഴിഞ്ഞ് പ്രാർത്ഥിക്കുന്ന എല്ലാം ചിത്രങ്ങൾ നമ്മുടെ എല്ലാം ആവേശങ്ങളായി മാറി. മുസ്ലിം സമൂഹങ്ങളുടെ, മുസ്ലിം വീടുകളുടെ, നമ്മളല്ല മുസ്ലിം വീടുകൾ, മുസ്ലിം കുടുംബങ്ങൾ അവരുടെ ഒരു ആരാധനാപാത്രമായി, ആരാധന എന്നുള്ള വർഷിപ്പ് എന്നുള്ള തലത്തിൽ കണ്ടെടുക്കേണ്ട, ആരാധനാപാത്രമായി മാറി സാനിയ മിർസ. എങ്ങനെയാണിത്? എന്തിനു വേണ്ടിയാണ് അത്തരം ഒരു ചിഹ്നവൽക്കരണം നടന്നത്? അവിടെ നിങ്ങൾ നല്ല മുസ്ലിങ്ങൾ ആകുക. എന്താ? നിങ്ങളുടെ പ്രാർത്ഥനയുടെ സമയത്തായിക്കോട്ടെ, നിങ്ങളുടെ ഹജ്ജിന് പൊക്കോ, ആ സമയത്തെല്ലാം ഇതാകട്ടെ. പക്ഷേ മറക്കേണ്ട സമയങ്ങളിൽ അത് മറച്ചുകൂടാ എന്നുള്ളതാണ് നല്ല മുസ്ലിം. പ്രോഗ്രസീവ് ഇസ്ലാമും ഇത് തന്നെയാണ് പറഞ്ഞു വരുന്നത്.
പ്രോഗ്രസീവ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിസ്കരിച്ചോ, നോമ്പ് പിടിച്ചോ, സക്കാത്ത് കൊടുത്തോ, ഹജ്ജ് ചെയ്തോ, നിങ്ങൾ ആരാധന നടത്തിക്കോ, പക്ഷെ അതെല്ലാം പള്ളിയിലും വീട്ടിലും ഒതുങ്ങണം. പുറത്തിറങ്ങുമ്പോൾ അങ്ങനത്തെ ഒരു ഏർപ്പാടും നിങ്ങൾ കാണരുത്. നിങ്ങളുടെ വസ്ത്രം തീരുമാനിക്കുന്നത് മുതലാളിത്തമാകണം, നിങ്ങളുടെ കച്ചവടം തീരുമാനിക്കുന്നത് മുതലാളിത്താകണം, നിങ്ങളുടെ എങ്ങനെ ചെലവഴിക്കണമെന്ന്, എങ്ങനെ സമ്പാദിക്കണമെന്ന് എല്ലാം തീരുമാനിക്കുന്നത് മാർക്കറ്റാകണം. അതല്ലാതെ മുസ്ലിം എന്നുള്ള നിലക്ക് സാധാരണ പറയപ്പെടാറുള്ള ചിഹ്നങ്ങളെല്ലാം നിങ്ങളിൽ ഉണ്ടായിക്കോട്ടെ എന്നുള്ളിടത്താണ് പ്രോഗ്രസീവ് ഇസ്ലാം നിൽക്കുന്നത്. ഇത് സത്യത്തിൽ മുതലാളിത്തം കൊണ്ടുവന്ന ഒരു പുതിയ കെണി മാത്രമാണ്. അതേപോലെ തന്നെയാണ് ഇസ്ലാമിക് ഫെമിനിസവും. വേറെ വളരെ വിശദമായി പഠിക്കേണ്ട ഒരു വിഷയമാണ്. ഇസ്ലാമിക് ഫെമിനിസവും മുതലാളിത്തം കൊണ്ടുവന്ന ഒരു പുതിയ കെണി മാത്രമാണ്. അപ്പൊ ഇത് ഇസ്ലാമോഫോബിയയുടെ ഫലമായി ഇസ്ലാമോഫോബിയ സൃഷ്ടിക്കുകയാണ് ആദ്യം. എന്നിട്ട് ഞാൻ യഥാർത്ഥ മുസ്ലിമായി കഴിഞ്ഞാൽ എന്നെ ഭയപ്പെടുന്ന, ഞാൻ അപരവൽക്കരിക്കപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടാകും എന്നുള്ളൊരു അവസ്ഥ, ഒരു സ്ഥിതി സൃഷ്ടിക്കുക. എന്നാൽ എൻ്റെ വീട്ടിൽ, എൻ്റെ നാട്ടിൽ, എൻ്റെ ചെറുപ്പത്തിലേയുള്ള എൻ്റെ അസ്തിത്വം മുസ്ലിം വ്യക്തിത്വം തന്നെയാണ്. അതുകൊണ്ട് തന്നെ അതെനിക്ക് കോംപ്രമൈസ് ചെയ്യാൻ വയ്യാതാനും. അപ്പോൾ മുസ്ലിം വ്യക്തിത്വം നിലനിർത്തിക്കൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യുക? ഞാൻ സമൂഹത്തിന് അംഗീകാരമുള്ളവനായി തീരുക. ഇതാണ് ഗുഡ് മുസ്ലിം. ആ അംഗീകാരത്തിന് എന്താ? സമൂഹത്തിന് ആവശ്യമുള്ളതെല്ലാം ഞാൻ ചെയ്യുക. നിങ്ങൾ നിസ്കരിച്ചോ, എന്തിനായി താടി വളർത്തുന്നത്? അതങ്ങോട്ട് വെട്ടിക്കളഞ്ഞേക്ക്. നിങ്ങൾ നിസ്കരിച്ചോ, എന്തിനായി പരതട്ട് നടക്കുന്നത്? അതൊന്ന് അഴിച്ചു വെച്ചേക്ക്. ഇങ്ങനെ ഉള്ള ഒരു അപരവൽക്കരണം ഇസ്ലാമിനെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോവുക. നമ്മളെ ഇസ്ലാമോഫോബിയ കൊണ്ട് സൃഷ്ടിച്ചെടുത്തൊരു കാര്യം അതാണ്. നമ്മളെ ബാക്കിയുള്ളവർ ഇങ്ങനെ നോക്കിക്കാണുന്നു എന്നൊരു ബോധമുണ്ടാക്കി അവരുടെ ആക്സെപ്റ്റൻസിനു വേണ്ടി, അവരുടെ സ്വീകാര്യത്തിലേക്ക് വേണ്ടി ഇസ്ലാമിക വ്യക്തിത്വത്തെ നമ്മൾ കളഞ്ഞു കുളിക്കുക. ഇത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം പ്രോഗ്രസ് അല്ല, മറിച്ച് താഴേക്കുള്ള പ്രോഗ്രസ് ആണ്. കാരണം പറയാറുള്ളത് പോലെ എന്താ പറയാ, പടവലങ്ങന്റെ പ്രോഗ്രസ് ആണ്, താഴേക്കുള്ള വളർച്ചയാണ്. ഇത് യഥാർത്ഥത്തിൽ വളരെ സമർത്ഥമാണ് കരുക്കൾ. നിങ്ങളത് മനസ്സിലാക്കണം. നമ്മൾ വളരെ 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 തമാശയോടുകൂടി കാണേണ്ട കാര്യമല്ല. ഇസ്ലാമിക് ഫെമിനിസം വരുന്ന രീതി കാണുമ്പോൾ വല്ലാതെ ആക്സെപ്റ്റ് ചെയ്യാൻ തോന്നിപ്പോകുക ആ രൂപത്തിലാണ്. ഇപ്പൊ കേരളത്തിൽ തന്നെ ഉള്ള വലിയ മുസ്ലിം ചിന്തകന്മാർ തന്നെ പറയുന്ന ആളുകളടക്കം ഇസ്ലാമിക് ഫെമിനിസത്തെ വലിയ എന്തോ ഒരു മുസ്ലിം ലോകത്ത് നടക്കുന്ന വലിയ ഒരു സാംസ്കാരിക വിപ്ലവവും ഒരു ആദർശപരമായ പെണ്ണിന്റെ ഒരു സ്വത്വത്തിലേക്കുള്ള തിരിച്ചുപോക്കുമെല്ലാമായിട്ടാണ് കാണുന്നത്. പക്ഷെ വസ്തുത മറിച്ചാട്. വസ്തുത ഇസ്ലാമിക് ഫെമിനിസത്തിന്റെ വക്താക്കൾ ഫാത്തിമ മർനീസിയുടെയും ആമിന വദൂദിന്റെയും ലൈലയുടെയും എല്ലാം ഗ്രന്ഥങ്ങളിലൂടെ കടന്നു പോയാൽ നമ്മൾ കാണുന്ന വസ്തുത അതല്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ പലതും വരും നമ്മളെ ഇസ്ലാമിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എന്താണോ അത് നമ്മൾ ആയിരിക്കുക എന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾക്ക് യഥാർത്ഥത്തിൽ നമ്മൾ റിയാക്റ്റീവ് ആകേണ്ടവരല്ല, പ്രോ ആക്റ്റീവ് ആകേണ്ടവരാണ്. പ്രോ ആക്ടിവിറ്റിയും റിയാക്ഷനും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇപ്പൊ നിങ്ങൾ വായിച്ചിട്ടുണ്ടോ എന്നറിയില്ല, നിങ്ങൾ സാമൂഹ്യ ശാസ്ത്രം പഠിക്കുന്നവരാണെങ്കിൽ ലീഡർഷിപ്പിന്റെ രംഗത്ത് ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട ഗ്രന്ഥമാണ് 7 ഹാബിറ്റ്സ് ഓഫ് ഹൈലി എഫക്റ്റീവ് പീപ്പിൾ എന്ന സ്റ്റീഫൻ ആർ കോവയുടെ ഗ്രന്ഥം. ഈ 7 ഹാബിറ്റ്സിൽ ഒന്നാമത്തെ ഹാബിറ്റ് അദ്ദേഹം പറയുന്നത് ബി പ്രോ ആക്റ്റീവ് എന്നാണ്. ഒരാൾക്ക് വൈയക്തികമായ വ്യക്തിപരമായ സക്സസിന് ആവശ്യമായ ഏറ്റവും അടിസ്ഥാനപരമായ സ്വഭാവമായി പറയുന്നത് സമൂഹത്തിന്റെ പൾസിനനുസരിച്ച് റിയാക്റ്റീവ് ആകാതെ ഞാൻ എന്താണോ അത് മനസ്സിലാക്കി എൻ്റെ ദൗത്യം എന്താണോ അത് തിരിച്ചറിഞ്ഞ് അതിനു വേണ്ടി ഏത് സാഹചര്യത്തിലാണെങ്കിലും നിലനിൽക്കലാണ് പ്രോ ആക്റ്റീവ് ആവുക എന്ന് പറഞ്ഞാൽ അർത്ഥം. നമ്മൾ പ്രോ ആക്റ്റീവ് ആകണം. അത് നമുക്ക് കോവ പഠിപ്പിച്ചെന്നല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പഠിപ്പിച്ചെന്നാണ്. ലോകം എങ്ങനെയായാലും നമ്മുടെ പാതയും നമ്മുടെ രീതിയും നമ്മൾ എങ്ങനെയാകണമെന്നും 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തീരുമാനിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോ അതിനർത്ഥം ലോകം എന്തായാലും നമ്മൾ അങ്ങനെ തിരിഞ്ഞു നോക്കണ്ടെന്നല്ല, മറിച്ച്
ലോകത്തിനനുസരിച്ച് നമ്മളാകാതെ, ലോകത്തിന്റെ പ്രതികരണത്തിനനുസരിച്ച് നമ്മുടെ പ്രതികരണങ്ങളാവാതെ നമ്മൾ എന്താണോ അതിലേക്ക് ലോകത്തെ കൊണ്ടുവരാൻ കഴിയുക എന്നതാണ് ഒരു മുസ്ലിമിന്റെ ദൗത്യം. അതാണ് മുസ്ലിമിന്റെ പ്രോ ആക്ടിവിറ്റി. അതിലേക്കാണ് നമ്മൾ എത്തേണ്ടത്. ചുരുക്കത്തിൽ സഹോദരി ഇവിടെ സൂചിപ്പിച്ച പ്രോഗ്രസ് എന്നത് മുസ്ലിങ്ങളെ, പ്രത്യേകിച്ചും സമൂഹത്തിൽ ഒരു വിലാസം വേണമെന്ന് ആഗ്രഹിക്കുന്ന, സമൂഹത്തിൽ പച്ചയായി നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന മുസ്ലിങ്ങളെ തെറ്റിക്കുവാൻ വേണ്ടി വളരെ സമർത്ഥമായി രൂപകൽപ്പന ചെയ്യപ്പെട്ട ഒരുപാട് രൂപകൽപ്പനകളിൽ ഒരെണ്ണമാണത്. പ്രോഗ്രസീവ് മുസ്ലിം എന്ന കോൺസെപ്റ്റ്, ഗുഡ് മുസ്ലിം എന്ന കോൺസെപ്റ്റ്, ഇസ്ലാമിക് ഫെമിനിസ്റ്റ് എന്ന കോൺസെപ്റ്റ് അല്ല ഇതിന്റെ ഭാഗപാട്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ഒരു പ്രോഗ്രാം കുറെ കാലമായി ദില്ലിയിൽ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ 4 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് നമ്മൾ ഒരിക്കൽ കൂടി കാണുന്നത്. മുൻപ് കണ്ടവരിൽ വളരെ ചുരുക്കം ആളുകളെ എൻ്റെ മുന്നിലുള്ളൂ. ഇപ്പോൾ തീർച്ചയായും സ്റ്റുഡൻസ് മാറി വരുന്നു, പഠനത്തിന്റെ മേഖല മാറി വരുന്നു. കഴിഞ്ഞ തവണ കണ്ടതുപോലെയല്ല ഇത്തവണ ഞാൻ അൽഹംദുലില്ലാഹ് ഡൽഹി യൂണിവേഴ്സിറ്റിയിലെല്ലാം പോയപ്പോൾ അവിടെ ഒരുപാട് മലയാളികൾ, ഒരുപാട് സാധ്യതകൾ, ഈ ആദർശത്തെ ജനങ്ങൾക്ക് എത്തിക്കുവാനുള്ള സാധ്യതകൾ, പഠനത്തിന് വേണ്ടിയുള്ള സമയത്തോടൊപ്പം പഠന നിലവാരത്തിൽ 1-ാം നമ്പറായി നിൽക്കുന്നതോടൊപ്പം ഈ ആദർശത്തിന്റെ ആളുകളായി തീരാൻ, ഈ ആദർശത്തെ ആളുകൾക്ക് മുന്നിൽ സമർപ്പിക്കുവാൻ ആർജവം കാണിക്കാൻ നമുക്ക് സാധിക്കണം. തീർച്ചയായും ഒരു കാര്യം ഉറപ്പാണ്, ഈ ആദർശത്തെ കയ്യിലേറ്റിയത് കൊണ്ട്, ഈ ആദർശത്തെ ഉയർത്തിവെച്ചത് കൊണ്ട് ഒരിക്കലും നിങ്ങൾക്ക് തലകുനിക്കേണ്ടി വരില്ല. ഉറപ്പാണത്. ഈ ആദർശം കൊണ്ട് നിങ്ങൾക്ക് തലകുനിക്കേണ്ടി വരില്ല. എന്തുകൊണ്ടെന്നാൽ ഇത് അള്ളാഹുവിന്റെ ആദർശമാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു കോംപ്ലക്സ് ആ വിഷയത്തിൽ ഉണ്ടാക്കേണ്ടതില്ല എന്നാണ് ഞാൻ പറയുന്നത്. എത്ര വിമർശനം ഉണ്ടായിക്കോട്ടെ, എത്ര എതിർപ്പുകൾ ഉണ്ടായിക്കോട്ടെ, എത്ര തന്നെ ഇസ്ലാമിന്റെ ഏത് സാങ്കേതിക കാര്യങ്ങളെടുത്ത് തലമുടി നാരിടകേറി അപഗ്രഥിച്ച് വിമർശിച്ചോട്ടെ, പക്ഷേ ഉറപ്പാട് ഇസ്ലാമിന്റെ പക്ഷമായിരിക്കും മാനവികതയുടെ പക്ഷം, ഇസ്ലാമിന്റെ പക്ഷമായിരിക്കും മാനവികതയുടെ പക്ഷം. എതിരാളി എത്ര വലിയ സിദ്ധവൈഭവമുള്ള ബുദ്ധിയായിരുന്നാലും. അതുകൊണ്ട് തന്നെ ഏത് യൂണിവേഴ്സിറ്റിയിലും ഏത് ബുദ്ധിജീവികളുടെ മുന്നിലും എത്ര സിദ്ധവൈഭവമുള്ള അക്കാദമീഷ്യൻസിന്റെ മുന്നിലും നിങ്ങൾ പോയി പറയുക ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം എന്ന്. മടിക്കേണ്ട, ഭയക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ അത് സത്യമാണ്. ഇസ്ലാം അത് സമർത്ഥിക്കാൻ സജ്ജമാണ്. അതുകൊണ്ട് നാം അതിന് സന്നദ്ധമാവുക എന്നത് മാത്രമാണ് നമ്മിൽ നിന്നുണ്ടാകേണ്ടത്. യൂണിവേഴ്സിറ്റികളിൽ ഒരുപാട് മലയാളി സ്റ്റുഡൻസ്, അവിടെയും ഒരുപാട് മുസ്ലിം സ്റ്റുഡൻസ്, സന്തോഷം നമുക്കുണ്ടാകുന്നു. പക്ഷേ അത് പൂർണ്ണമാകണമെങ്കിൽ ഈ മലയാളികളിലൂടെ മലയാളികളായ മറ്റുള്ളവർക്കും അങ്ങനെ അവരല്ലാത്ത ആളുകൾക്കുമെല്ലാം ഈ സത്യദീനിന്റെ സന്ദേശം എത്തിയാൽ ഇൻഷാ അല്ലാഹ് പാശ്ചാത്യൻ ക്യാമ്പസുകളെ പോലെ ദില്ലിയിലെ ക്യാമ്പസുകളും ഇസ്ലാമിന്റെ സ്പന്ദം അനുഭവിച്ചറിയുന്ന ക്യാമ്പസുകളായി തീരും. അതിന് കഴിയണം. നാം മുസ്ലിങ്ങളാവുക, നാം നമ്മുടെ മനസ്സിൽ നമുക്ക് ഇസ്ലാം കൊണ്ട് സമാധാനം ലഭിക്കുന്ന, ശാന്തി ലഭിക്കുന്ന അവസ്ഥ നമ്മൾക്ക് സംജാതമാക്കുക. ഒപ്പം തന്നെ ഇസ്ലാം നമുക്ക് നൽകേണ്ട നീതിബോധം നമ്മുടെ വ്യക്തിത്വത്തിന്റെ ഭാഗമാക്കുക. അതിന് നമുക്ക് കഴിഞ്ഞുവെങ്കിൽ അത് ഈ ദുനിയാവിൽ വലിയ 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 നേട്ടമായിരിക്കും. ഒപ്പം തന്നെ മരണാനന്തര ജീവിതത്തിൽ നമ്മെ കാത്തിരിക്കുന്ന സ്വർഗ്ഗലോകം നമുക്കുള്ളതായിരിക്കും. അള്ളാഹു അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വാഹൃദവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. ഇസ്ലാമിക പ്രബോധനം ഓരോ മുസ്ലിമിന്റെയും ബാധ്യതയാണ്. ഈ ബാധ്യത നിർവഹിക്കുന്നതിനുള്ള ഒരു കൂട്ടായ്മയാണ് നിച്ച് ഓഫ് ട്രൂത്ത്. നിച്ച് ഓഫ് ട്രൂത്ത് പ്രവർത്തനങ്ങൾ, ചോദ്യോത്തരത്തോടു കൂടിയ പൊതുപ്രഭാഷണങ്ങൾ, മതനേതാക്കളുമായി സ്നേഹസംവാദങ്ങൾ, സൗജന്യ ഇസ്ലാം കറസ്പോണ്ടൻസ് കോഴ്സ്, ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്ന ലഘുലേഖകളും പുസ്തകങ്ങളും. പ്രബോധനത്തിന് മാത്രമായി ഒരു ദൃശ്യശ്രാവ്യ മാധ്യമം ക്രിയേറ്റീവ് മീഡിയ, ഇസ്ലാമിക പ്രബോധനത്തിന് മാത്രമായി ഒരു ആനുകാലികം സ്നേഹസംവാദം മാസിക, ഇസ്ലാമിനെക്കുറിച്ച് സത്യസന്ധവും ശാസ്ത്രീയവുമായ അറിവ് നൽകുന്ന ഇന്റർനെറ്റ് സൈറ്റ്, ലോകപ്രശസ്ത ഇസ്ലാമിക പ്രബോധകരുടെ കാസറ്റുകളുള്ള ലൈബ്രറി, പ്രബോധകർക്കായുള്ള റഫറൻസ് ലൈബ്രറി.
പ്രബോധന പരിശീലന ക്യാമ്പുകൾ, ദഅവ വർക്ക്ഷോപ്പുകൾ. ഖുർആൻ പരിഭാഷാ വിതരണം. നാദ, സത്യമത സന്ദേശ പ്രചരണത്തിനു വേണ്ടിയുള്ള വിനീതമായ ഒരു സംരംഭമാണിത്. നീ ഏൽപ്പിച്ച ഉത്തരവാദിത്വത്തിന്റെ നിർവഹണത്തിനു വേണ്ടിയുള്ള എളിയ ശ്രമം. ഇതൊരു പ്രതിഫലാർഹമായ പ്രവർത്തനമായി സ്വീകരിക്കണേ. ആമീൻ.